പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, തന്റെ ദാസന്റെ മേൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. ആത്മാവിന് ജനത്തെ നയിക്കുവാനുള്ള ഹല്ലേലൂയ ദൈവശക്തി ഇന്ന് പകൽക്കാലം തന്റെ ദാസന്റെ മേൽ കർത്താവെ ആത്മനിയോഗത്തോടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അടിയനെ സമ്പൂർണമായി താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവെ, അർഹതയില്ലാത്ത സ്ഥാനങ്ങളിൽ എന്റെ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ അടിയനെ ഇന്ന് പകൽക്കാലം കർത്താവെ ഇരുത്തിയ വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അടിയന്റെ നാവിനെ ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് തന്നിരിക്കുന്ന ആലോചനകളെ ഇന്ന് പകൽക്കാലം കർത്താവെ ഇവർക്ക് വീതിച്ചു കൊടുക്കുവാൻ ഹല്ലേലൂയ സ്വർഗത്തിലെ അപ്പന്റെ കരങ്ങളിലേക്ക് ബാലകൻ ഹല്ലേലൂയ അപ്പവും ആമേൻ കർത്താവെ ഹല്ലേലൂയ മീനും തന്നതുപോലെ കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം കർത്താവെ ഹല്ലേലൂയ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങ് തന്നിരിക്കുന്ന വചനത്തെ ഞാൻ ഏൽപ്പിക്കുന്ന കർത്താവെ ഈ ജനത്തിന് കൊടുക്കുവാൻ ഘടകജന വൈദമരഗതരഹസ്യ കർത്താവെ ഈ ജനം വീതിച്ചെടുക്കുവാൻ തൃപ്തരായി തീരുവാൻ ഇന്ന് പകൽക്കാലം കർത്താവെ സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി ആപ്പത്തെ ആമേ തന്റെ ശിഷ്യന്മാർക്ക് ഹല്ലേലൂയ 12 കുട്ടം നിറച്ചെടുക്കത്തക്ക രീതിയിൽ എന്റെ സ്വർഗത്തിലെ ദൈവം ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ പട്ടണത്തിന് ഹല്ലേലൂയ കർത്താവെ ഒരു അത്ഭുതമാക്കി പ്രവർത്തിച്ചെങ്കിൽ, ഒരു അടയാളമാക്കി തീർത്തെങ്കിൽ ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ദൈവിക അടയാളങ്ങൾ വെളിപ്പെടട്ടെ കർത്താവേ. ആത്മാവിന്റെ നിറവിൽ ശുശ്രൂഷിക്കുവാൻ പരിശുദ്ധാത്മാവ് ശക്തിയോടെ അടിയനെ ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടന്നു വന്ന ഓരോ ജനത്തിന്റെ മേലും ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ പിതാവിന്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യണം, യാതൊരു ഡിസ്റ്റർബൻസും കൂടാതെ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ തന്ന സമയത്തിനകത്ത് നിന്നുകൊണ്ട് ഹല്ലേലൂയ ജനത്തോട് ആത്മാവിൽ വിവേചിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ശുശ്രൂഷിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് കർത്താവെ അടിയനെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാവിനെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണം. പരിജ്ഞാനമില്ലാത്ത ഒരു വാക്കുകൾ കർത്താവെ അടിയന്റെ നാവിൽ നിന്നകത്തേക്ക് വീഴുവാൻ ദൈവം അനുവദിക്കരുത്. കർത്താവെ ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭം മുതൽ കർത്താവെ ഹല്ലേലൂയ 40 ദിവസം തീരുന്നത് വരെ കർത്താവെ ഹല്ലേലൂയ ആഴമായ ഒരു ജനക്കൂട്ടത്തെ കർത്താവെ ഇതിനകത്ത് കർത്താവെ അങ്ങ് കയറ്റാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. സ്വർഗം ഇന്ന് പകൽക്കാലം ഞങ്ങളെ ഒരുമിച്ച് സഹായിക്കണം, ഒരുമിച്ച് ഹല്ലേലൂയ മാനിക്കണം. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇതിനകത്ത് യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഇന്ന് പകൽക്കാലം കർത്താവെ മിനിസ്ട്രിയിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടണം, അത്ഭുതം അങ്ങ് ചെയ്യണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ എല്ലാ ദൈവമക്കളെയും സ്നേഹവന്ദനം ചെയ്യുന്നു. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ആമേൻ ഒരുപാട് പരിചയമൊന്നുമില്ല എങ്കിലും ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രിയപ്പെട്ടവന്റെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ അതിനകത്തുനിന്ന് ഹല്ലേലൂയ എന്നെ വിളിക്കുവാനും ഹല്ലേലൂയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആമേൻ കടന്നു വരുവാനും കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുവാനിടയായി. ആമേൻ പെട്ടെന്നുള്ള ഒരു സമയമായതുകൊണ്ട് ഞാനത് നോ പറഞ്ഞു. എങ്കിലും ഹല്ലേലൂയ ഞാനും ഹല്ലേലൂയ 21 ദിവസം ഫാസ്റ്റിങ്ങോട് കൂടെ ആയിരിക്കുന്നു. ഇന്ന് 4ാമത്തെ ദിവസം ഞങ്ങളുടെ മിനിസ്ട്രിയുടെ ഫാസ്റ്റിംഗ് പ്രയർ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞു ആമേൻ സ്തോത്രം ദൈവം എനിക്കൊരു വചനം തന്നു. കർത്താവിനോട് പറഞ്ഞു ഈ വചനം ഇവിടെ സംസാരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടു. ആമേൻ അത് കൺഫേം ചെയ്യാൻ വേണ്ടി വീണ്ടും ഞാനിങ്ങനെ ചാരിയിരുന്ന് കണ്ണടച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഭിത്തിയിൽ ഹല്ലേലൂയ ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്. അതേ വചനം കർത്താവ് തന്ന വചനം എന്നോട് ദൈവാത്മാവ് കാണിച്ചു. ഇതേ ആ വചനം തന്നെ എന്നെ ദൈവം ഉറപ്പിക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായിട്ട് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഹല്ലേലൂയ ആഗ്രഹമുണ്ട്. 40 ദിവസം നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ ഈ ലോകത്തിൽ നാം ജീവിക്കേണ്ടതിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ദൈവശക്തി ഉണ്ടെങ്കിൽ മാത്രമേ, അഭിഷേകം നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹല്ലേലൂയ പ്രതിസന്ധികളെ പ്രതികൂലങ്ങളെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവം തന്നിരിക്കുന്ന ആ ദൈവികമായ ദൂത് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യേ വെളിപ്പെടുത്തി കർത്താവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആമേൻ സ്തോത്രം കേവലം ഒരു ഭൗതിക വിഷയങ്ങൾക്കകത്തല്ല, ആത്മീയ തലങ്ങൾക്കകത്ത് ശക്തിയോടെ നിങ്ങൾ എഴുന്നേറ്റു വരുവാൻ ആമേൻ ആ ദൈവശക്തി ഇന്ന് പകൽക്കാലം ഈ മെസ്സേജിൽ കൂടി കർത്താവ് നിങ്ങളുടെ മേൽ അയക്കട്ടെ. ആമേൻ പ്രിയ ദൈവമക്കളെ, നമ്മൾ ഉപവാസത്തോടെ ഇന്ന് പകൽക്കാലം ആരംഭിച്ച ഈ മീറ്റിംഗ് ആമേൻ ഹല്ലേലൂയ ഒരുപാട് പേർ ഞാൻ ഓർക്കുന്നു. മോളി റോസമ്മ എന്ന് പറയുന്ന പ്രിയ ആന്റി ആമേൻ കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പറഞ്ഞു കർത്താവെ വചനത്തിൽ കൂടി ദൈവം എന്നോട് സംസാരിക്കണമേ എന്ന്. ആമേൻ ഹല്ലേലൂയ
ഹാലലുയ. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനോട് പറയുവാനിടയായി, മുമ്പുള്ളവ നോക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇപ്പോൾ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ആമേൻ. ഹാലലുയ. ഹാലലുയ. സഭാപ്രസംഗിയുടെ പുസ്തകത്തിനകത്ത് പറയുന്നു, നിന്റെ കൈ ഇളച്ചിരിക്കരുത്, അതോ ഇതോ ഏത് സഫലമാകുമെന്ന് നീ അറിയുന്നില്ല. ഹാലലുയ. കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുന്നില്ല, മേഘങ്ങളെ നോക്കുന്നവൻ കൊയ്യുന്നില്ല, കാറ്റിന്റെ ഗതി എങ്ങോട്ടാണെന്ന് ഗർഭിണിയുടെ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും അറിയാത്തതുപോലെ അതോ ഇതോ ഏത് സഫലമാകുമെന്ന് നിരച്ചിരിക്കരുത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ചില വൻ കാര്യങ്ങളെ ഹാലലുയ ദൈവം ഹാലലുയ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആമേൻ കർത്താവ് ചെയ്യുമെന്ന് ഹാലലുയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഇടപെടുവാനിടയായി. ആമേൻ. ഹാലലുയ. കൃപ എന്ന് പറയുന്ന സിസ്റ്ററോട് പരിശുദ്ധാത്മാവ് ഹാലലുയ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു ചില മുള്ളേറിയ ചില അനുഭവങ്ങൾ. ആമേൻ. ഹാലലുയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഹാലലുയ കാണിക്കുവാനിടയായി. പരിശുദ്ധാത്മാവിനോട് ഇപ്രകാരം പറഞ്ഞു, മുള്ളേറിയ ചില വഴികൾ, ഹാലലുയ കടന്നു പോകുന്ന ചില വഴികളിൽ മുള്ളേറിയ അനുഭവങ്ങൾ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നീ സമർപ്പണത്തോടെയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നതെങ്കിൽ ആ മുള്ളേറിയ അനുഭവങ്ങളെ നീക്കിമാറ്റി വിശാലമായ ഒരു വഴി എന്റെ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവാനിടയായി. ഇന്ന് പകൽക്കാലം ഹാലലുയ പ്രാർത്ഥനയോടെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ മനോഭാവമാണ് പ്രിയ ദൈവമക്കളെ ഹാലലുയ പല കാര്യങ്ങൾക്കകത്തും നമ്മൾക്ക് വിടുതൽ തരുന്നത്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഹാലലുയ വെറുതെ ഒരു ജൽപ്പനം പോലെ പ്രാർത്ഥിക്കുവാനല്ല. ഹാലലുയ ദൈവസന്നിധിയിൽ ഹാലലുയ ഇടിവിൽ നിന്ന് ഹാലലുയ കർത്താവിന്റെ ദാസനോട് ചേർന്ന് ഈ മീറ്റിങ്ങിനകത്ത് നിങ്ങൾ പങ്കെടുക്കുമ്പോൾ എന്നോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാരംഭത്തിൽ തന്നെ പറഞ്ഞു, ഇതിനകത്ത് അനേകർ ഹാലലുയ കയറിയിട്ടുണ്ട്, എല്ലാവർക്കും ദൈവിക വാഗ്ദത്തങ്ങളുണ്ട്, പക്ഷേ ഒന്നും നേടിയെടുക്കുവാൻ കഴിയാത്ത വിധം ആമൻ എവിടേക്കോ ഹാലലുയ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തടയപ്പെട്ട് കിടക്കുന്ന ചില വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് ഹാലലുയ ഇന്ന് പകൽക്കാലം പറയുന്നു, ഈ ദൈവദാസനോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഇടയാകുമെങ്കിൽ ആമൻ കർത്താവിന്റെ മഹത്വം നിങ്ങൾ ഇതിനകത്ത് തന്നെ വെളിപ്പെടുത്തി ആമൻ ദൈവിക സാക്ഷ്യങ്ങൾ 40 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ തന്നെ ഇതിന്റെ മറുപടികളുടെ സാക്ഷ്യങ്ങൾ ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുവാൻ ഇടയാകും. അവൻ പ്രിയ കർത്താവിന്റെ ദാസനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറഞ്ഞു, ഹാലലുയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചൊരു വെളിപ്പാട്, അനേക ട്രെയിനുകൾക്കകത്ത് ബോഗികൾ കണക്ട് ചെയ്യുന്നത് പോലെ കർത്താവിന്റെ ദാസനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ ഹാലലുയ ചില രാജ്യങ്ങളെ കണക്ട് ചെയ്ത് ആമേൻ ഹാലലുയ വലിയ ഹാലലുയ കോൺഫറൻസ് മീറ്റിങ്ങുകൾ എന്റെ കർത്താവ് ഹാലലുയ ചെയ്തെടുക്കുവാൻ പദ്ധതിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുവാനിടയായി. അനേക രാജ്യങ്ങൾക്കകത്തുനിന്ന് ഒരു കണക്ഷൻ ആമേൻ കർത്താവിന്റെ ദാസനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു. അല്ലെങ്കിൽ ട്രെയിനുകളുടെ ബോഗി ഹാലലുയ തീ കത്തുന്ന ആമേൻ ഹാല തീവണ്ടി പോലുള്ള ട്രെയിനുകളുടെ ബോഗി, അത് ആത്മീയ നിലവാരത്തെ കാണിക്കുന്നു. അങ്ങനെയുള്ള ഒരു കണക്ഷൻ ഈ മീറ്റിങ്ങിനകത്തേക്ക് പരിശുദ്ധാത്മാവ് ചെയ്തു തരുമെന്ന് ഇന്ന് പ്രാരംഭത്തിൽ കർത്താവിന്റെ ദാസനോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവാനിടയായി. ഇന്ന് പകൽക്കാലം ഹാലലുയ തന്നിരിക്കുന്ന വചനത്തിലേക്ക് ഇന്ന് പകൽക്കാലം ഹാലലുയ ആത്മാർത്ഥതയോടെ ഇന്ന് പകൽക്കാലം അതിനെ ഹാലലുയ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം കർത്താവിന്റെ ഹാലലുയ പരിശുദ്ധാത്മാവിലേക്ക് തരുവാനിടയായി. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ചു തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവജനമേ, 40 ദിവസത്തോടെ നമ്മൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈ പ്രാരംഭ ദിവസത്തിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞൊരു ദൂത് ഹല്ലേലൂയ ഇപ്രകാരമാണ്. ഹല്ലേലൂയ നമ്മൾക്ക് ഹല്ലേലൂയ ക്ഷീണിച്ചിരിക്കുന്ന തലങ്ങൾക്കകത്ത് ഇന്ന് പകൽക്കാലം ആത്മീയമായ തലങ്ങളിൽ എഴുന്നേറ്റ് കടന്നു വരുവാൻ കഴിയാത്ത ആമേൻ അനേക വ്യക്തി ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന ആലോചന, ആമേൻ ക്ഷീണിച്ചിരിക്കുന്നവനെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ നീ തകർന്നെവിടെങ്കിലും ഇരിക്കുകയാണെങ്കിൽ, ക്ഷീണിച്ചെവിടെങ്കിലും ഇരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിനകത്ത് യാക്കോബിനോട് ഹല്ലേലൂയ ആമേൻ ദൈവം പറയുകയാണ്, യാക്കോബിനോട് ഹല്ലേലൂയ ദൈവം യാക്കോബിനോട് പറയുകയാണ്, എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു എന്ന്. യാക്കോബേ നീ പറയുന്നത് ഹല്ലേലൂയ നീ സംസാരിക്കുകയും ചെയ്യുന്നത് എന്താ? ഇന്ന് പകൽക്കാലം പ്രിയ ദൈവജനമേ ഹല്ലേലൂയ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ ഉപവസിച്ചു, കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചു, എന്നാൽ ഹല്ലേലൂയ പല നേരവും കർത്താവിനോട് ഹല്ലേലൂയ യാക്കോബ്
യാക്കോബ് പറഞ്ഞതുപോലെ ആമേൻ എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ കടന്നു പോയിരിക്കുന്നു എന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ നീ പറയുന്നത് എന്ത്? ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന പല വ്യക്തി ജീവിതങ്ങളോടുമുള്ള ഒരു ദൈവത്തിന്റെ ആലോചനയാണ്, ഒരു ദൈവദൂതാണ്. ഹല്ലേലൂയ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ഹല്ലേലൂയ മറുപടി ലഭിച്ചില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ യാക്കോബ് ദൈവത്തോട് ചോദിച്ച ചോദ്യത്തിന് ആമേൻ ഹല്ലേലൂയ ദൈവം അവനെ ഹല്ലേലൂയ ആശ്വസിപ്പിക്കുന്ന ചില വചനമാണ് ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ പറയുവാനിടയായത്. ഹല്ലേലൂയ കൃപയുടെയും ആശ്വാസത്തിന്റെയും വചനമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് നാം വായിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഇത്രത്തോളം ഹല്ലേലൂയ വലിയവൻ ആരുമില്ല. ഹല്ലേലൂയ ഇവിടെ പറയുകയാണ് ഹല്ലേലൂയ യാക്കോബ് ഇത് പറയുമ്പോൾ തന്നെ ദൈവം ഹല്ലേലൂയ ദൈവത്തെ പ്രസന്റ് ചെയ്യുകയാണ്. നിത്യനായ ഒരു ദൈവമാണ് ഞാൻ. ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുക. ആമേൻ നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആഴങ്ങളെ ഇന്ന് പകൽക്കാലം ഒന്നുകൂടി നിങ്ങൾ ഒന്ന് ഹല്ലേലൂയ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ ദൈവത്തിന് സകലതും ഹല്ലേലൂയ സാധിപ്പിക്കാൻ കഴിയും. ആമേൻ കർത്താവിന്റെ വചനം പറയുന്നു ഞാൻ സകല ജഡത്തിന്റെയും യഹോവയാകുന്നു. ആമേൻ പലപ്പോഴും വചനം കേട്ട് കുരുട് പ്രാപിച്ചിരിക്കുന്നവരായിട്ടല്ല പ്രിയ ദൈവമക്കളെ ആ വചനത്തിന്റെ സത്യത്തിലേക്ക് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ആ ആഴത്തിലേക്ക് കടന്നു ചെന്ന് ആമേൻ ഹല്ലേലൂയ കേൾക്കപ്പെടുന്ന വചനം നിങ്ങൾ നാവിൽ കൂടി പ്രസ്താവിക്കുമെങ്കിൽ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനിടയാകും. ആമേൻ യാക്കോബിനോട് പറയുകയാണ് ഹല്ലേലൂയ യാക്കോബേ ഹല്ലേലൂയ ഹല്ലേലൂയ ഞാൻ നിത്യനായ ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഒന്ന് ഉറപ്പിക്കുവാൻ കഴിയാമോ? ആമേൻ നിങ്ങൾ ആത്മാവിലൊന്ന് ചലിച്ച് ഹല്ലേലൂയ നിങ്ങളുടെ നാവ് കൊണ്ടൊന്ന് പറയാൻ കഴിയുമോ? എന്റെ ന്യായത്തെ എന്റെ ദൈവം മറിച്ചു കളയത്തില്ല. എന്റെ ദൈവം നിത്യനായ ദൈവമാണ്. ഹല്ലേലൂയ ദൈവത്തിന്റെ നാമത്തെ അനേക ആമേൻ സ്തോത്രം ഹല്ലേലൂയ പ്രസൻസിൽ കൂടി ഹല്ലേലൂയ ദൈവം തന്നെ ഹല്ലേലൂയ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ ഹല്ലേലൂയ ഞാനാകുന്നു ദാവീദിന്റെ വേരും താക്കോലുമായ നിത്യനായ ദൈവം സമാധാന പ്രഭു. ആമേൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അനേക പേരുകൾക്കകത്തുകൂടി ആമേൻ ദൈവത്തിന്റെ ശക്തിയെ ദൈവം പ്രസന്റ് ചെയ്യുകയാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം ഹല്ലേലൂയ ഈ സഭയോട് ഹല്ലേലൂയ ആമേൻ ഈ ഇതിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ഹല്ലേലൂയ ദൈവം പറയുന്നത് ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ക്ഷീണമുണ്ട്. ഹല്ലേലൂയ നമുക്കെല്ലാം ക്ഷീണമുണ്ട്. ഹല്ലേലൂയ വചനത്തിനകത്ത് പറയുന്നു അവൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവം ക്ഷീണിക്കുന്നില്ല. ആമേൻ ഹല്ലേലൂയ അവൻ തളർന്നു പോകുന്നില്ല. അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ എന്റെ വചനം ഹല്ലേലൂയ ഞാൻ പറയുന്ന വചനം കേൾക്കുമ്പോൾ ആമേൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കർത്താവേ എനിക്കൊരു ശക്തി തരണമേ. ഇന്ന് പകൽക്കാലം അങ്ങനെ ഉള്ളവർ നിങ്ങൾ ഹല്ലേലൂയ കരമുയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങൾ ആത്മാവിൽ പറയുന്ന ദൂതുകളെ ആമേൻ ഹല്ലേലൂയ വചനമാണ് പറയുന്നത്. വചനത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കുവാൻ ഹല്ലേലൂയ ആമേൻ കേവലം എന്റെ വാക്കുകൾ കൊണ്ടല്ല എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമാണ്. ഹല്ലേലൂയ കർത്താവിന്റെ വചനം പറയുന്നു മഴയും ഹിമവും ആകാശത്ത് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ചു ഫലവത്താക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് എനിക്കിഷ്ടമുള്ള കാര്യം സാധിപ്പിക്കാതെ മടങ്ങി വരികയില്ല. ഇന്ന് പകൽക്കാലം വചനത്തെ ഹല്ലേലൂയ നാം ഒന്ന് മുറുകെ പിടിച്ചാൽ ആമേൻ ആത്മശക്തിയോടെ ക്ഷീണിച്ചിരിക്കുന്ന തലങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് ശക്തിയോടെ നിങ്ങളെ ഉപയോഗിക്കുവാൻ എന്റെ കർത്താവിന് പദ്ധതിയുണ്ട്. ആമേൻ ഹല്ലേലൂയ നാളുകളായി കർത്താവിന്റെ സന്നിധിയിൽ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ നമ്മൾ ഹല്ലേലൂയ ശക്തിയോടെ എഴുന്നേൽക്കണം. ബലഹീനമായ നമ്മുടെ മൺകൂടാരങ്ങൾക്കകത്ത് ആമേൻ ഹല്ലേലൂയ നമുക്കറിയാം ഉപവാസത്തോടെ ദൈവജനം ഇതിനകത്തിരിക്കുമ്പോൾ ശാരീരികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഹല്ലേലൂയ സ്ട്രഗിൾ അനുഭവിക്കുന്നവരുണ്ട് ഇതിനകത്ത്. എന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവരോട് കൂടിയാണ് ഹല്ലേലൂയ ഞാൻ ഈ ദൂത് പറയുന്നത്. പൗലോസിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അവന്റെ ശരീരത്തിൽ ആമേൻ ഹല്ലേലൂയ ദൈവം നിയമിച്ചിട്ടൊരു സാത്താൻ അവന്റെ ശരീരത്തിൽ കുത്തിയപ്പോഴും ഹല്ലേലൂയ അവൻ ദൈവത്തോട് ഹല്ലേലൂയ 3 വട്ടം പ്രാർത്ഥിച്ചു. കൊരിന്ത്യർ ലേഖനത്തിനകത്ത് നാം വായിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ ദൈവം അവനോട് പറഞ്ഞത് എന്റെ കൃപ നിനക്ക് മതി. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവൻ തക്ക സമയത്ത് മാനിക്കുവാൻ അവന്റെ ബലമുള്ള കരക്കീഴിൽ നാം താണിരിക്കുമെങ്കിൽ ആത്മശക്തിയോട് പുറത്തു വരുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ആമേൻ ഹല്ലേലൂയ ക്ഷീണിച്ചിരിക്കുന്നവനെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മുടെ മധ്യ കടന്നു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ എത്ര പേർക്ക് ഹല്ലേലൂയ വിശ്വാസമുണ്ട് കർത്താവേ ഹല്ലേലൂയ ശക്തി എന്റെ മേൽ നിന്ന് ആമേൻ ഹല്ലേലൂയ പകരപ്പെടണമേ. ഹല്ലേലൂയ അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്നു, ബലമില്ലാത്തവർക്ക് ബലം വർദ്ധിപ്പിക്കുന്നു. ഹല്ലേലൂയ
ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, ആകയാൽ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ ആമേൻ സന്തോഷം, ആമേൻ ഹല്ലേലൂയ, എന്റെ മേൽ ഹല്ലേലൂയ വ്യാപരിക്കേണ്ടതിന്, ആകയാൽ ഹല്ലേലൂയ, ആകയാൽ ക്രിസ്തുവിന്റെ സ്നേഹം എന്റെ മേൽ ആവസിക്കേണ്ടതിന്, ഹല്ലേലൂയ, എന്റെ ബലഹീനതകൾക്കകത്ത് അതിസന്തോഷത്തോടെ ഞാൻ എന്ത് ചെയ്യും? ആമേൻ ഹല്ലേലൂയ, പ്രശംസിക്കും. ഇന്ന് പകൽക്കാലം ഒന്ന് പറയുവാൻ കഴിയാമോ? ആമേൻ ഹല്ലേലൂയ, ബലഹീനത അനുഭവിക്കുന്ന, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, ആമേൻ ഉപവസിക്കാൻ എനിക്ക് കഴിയത്തില്ലെന്ന് പറഞ്ഞ്, ആമേൻ കർത്താവേ, എനിക്ക് എന്റെ ശരീരത്തിൽ ഹല്ലേലൂയ ബലഹീനതകളുണ്ട്, എനിക്കൊന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഉപവസിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് ആരൊക്കെയോ വിഷമത്തോടെ ഇതിനകത്തിരിക്കുന്നവരുണ്ട്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പൗലോസിന്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ, അവന്റെ ശരീരത്തിൽ അനുഭവിച്ച ദണ്ഡനത്തിന്റെ നടുവിൽ ആമേൻ അവൻ കർത്താവിനോട് പറഞ്ഞു, ആകയാൽ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ, ആമേൻ സ്നേഹം എന്റെ മേൽ വ്യാവസിക്കേണ്ടതിന്, ആമേൻ ഹല്ലേലൂയ, എന്റെ ബലഹീനതകളിൽ ഞാൻ അതിസന്തോഷത്തോടെ ദൈവത്തിന്റെ നാമത്തെ പ്രശംസിക്കും. ഹല്ലേലൂയ, നിങ്ങളുടെ മനസ്സ് മാത്രമാണ് കർത്താവിന് ആവശ്യം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഹല്ലേലൂയ, വചനം പറയുന്നു, ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ഇന്ന് പകൽക്കാലം പ്രാരംഭത്തിൽ തന്നെ ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ, നിങ്ങൾ കർത്താവിന്റെ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണോ? അതോ ഹല്ലേലൂയ, എന്റെ കേവലം എന്റെ മറുപടികൾ, ആമേൻ കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ എന്റെ ഭവനത്തിന്റെ പണി, എന്റെ പേപ്പർ വർക്കുകൾ, എനിക്ക് മറ്റുള്ള രാജ്യത്തിലേക്ക് കടന്നു പോകണം, എനിക്കൊരു ജോലി വേണം, എന്റെ മകളുടെ വിവാഹം നടക്കണം, ഇതല്ല പ്രിയ ദൈവമക്കളെ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും നാം അന്വേഷിക്കുമ്പോൾ ഹല്ലേലൂയ, സകലതും നമുക്ക് ദൈവം നൽകി തരുവാൻ മതിയായവനാണ്. പ്രിയ ദൈവമക്കളെ, ഒരു സാക്ഷ്യം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹല്ലേലൂയ സാക്ഷ്യമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ഒരു കാര്യം ഹല്ലേലൂയ, എന്റെ ജീവിതത്തിൽ നടന്നൊരു വിഷയം, ആമേൻ, ഞാനിത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ഞാനൊരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ആ സമയം വളരെ കഷ്ടതയിൽ കൂടിയാണ് വന്നത്. ഇന്ന് കർത്താവിനെ മാനിച്ചിത്രത്തോളം ദൈവം എന്നെ ഉയർത്തി. ഞാനിത് നിങ്ങളോട് പറയാതിരുന്നാൽ, കർത്താവിനെ കഷ്ടതയിൽ കൂടി നടത്തിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ആമേൻ, ബലമില്ലാത്തവനെ ബലപ്പെടുത്തുവാൻ എന്റെ നാവിൽ കൂടി ഹല്ലേലൂയ ദൈവം എന്നെ പണിതെടുത്ത് കൊണ്ടുവന്നെങ്കിൽ അത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, ആമേൻ, നിങ്ങൾക്ക് പറയുവാൻ കഴിയും, കഴിഞ്ഞ നാളുകളിൽ രാധിക സിസ്റ്ററെ കർത്താവ് മാനിച്ചിത്രത്തോളം കൊണ്ടുവന്നെങ്കിൽ, ഓ, ഞങ്ങളെയും മാനിക്കുവാൻ ദൈവം ശക്തനാണ്. പ്രത്യാശയായിരിക്കുന്ന പല ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്, നിരാശ അനുഭവിക്കുന്നവരുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാതെ അനേകർ ഇതിനകത്തിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആ സാക്ഷ്യം ഞാൻ നിങ്ങളോട് പ്രസന്റ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, എന്റെ ഭവനത്തിൽ എനിക്കൊരു കിണറില്ലായിരുന്നു. ഞാനൊരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വിശ്വാസ ജീവിതത്തിലേക്ക് വന്നത്. ആമേൻ, എന്റെ ദേശത്തുനിന്നോ വീട്ടിൽ നിന്നോ ആരും വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സമയം ഹല്ലേലൂയ, ഞാൻ എന്റെ ബൈബിൾ എടുത്തു വെച്ച്, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ചെന്നിരുന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ബൈബിൾ എടുത്തു വെച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്റെ വീട്ടിലൊരു കിണറില്ല, എനിക്കൊരു കിണർ വേണം. ഞാൻ വിശ്വാസത്തിൽ പോയത് കൊണ്ട് പഞ്ചായത്തുകാർ എനിക്ക് കിണർ തരത്തില്ല. പ്രിയ ദൈവമക്കളെ, നാളുകളായി ബൈബിളിനകത്ത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. എന്റെ കർത്താവിന്റെ ദാസൻ ആരോ ഒരു നന്മ കൊടുത്തിട്ട് എനിക്കൊരു 50,000 രൂപ എന്റെ കർത്താവിന്റെ ദാസൻ എനിക്ക് തന്നു. ആമേൻ, എന്റെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെട്ടു. പക്ഷെ എന്റെ വീടിനകത്തേക്ക് ഹല്ലേലൂയ, കിണറിന് ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, എന്താ, ആശാരിയെ കൊണ്ടുവന്ന് നോക്കിക്കണമെങ്കിൽ, ആമേൻ ഹല്ലേലൂയ, അതൊരു ഹൈന്ദവ വിശ്വാസത്തിലുള്ള ഒരു ആശാരിയെ കൊണ്ടുവന്ന് നോക്കിക്കണം. പാസ്റ്റർമാർക്ക് എന്റെ വീടിനകത്ത് കടന്നു വരുവാൻ കഴിയത്തില്ല. എന്നാൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ഇതിനു വേണ്ടി ഉപവസിച്ചു. ആമേൻ, സ്തോത്രം. പക്ഷേ ഞാൻ കർത്താവിനോട്, കർത്താവെ, മറ്റുള്ള അന്യർക്ക് എന്റെ വീടിനകത്തേക്ക് കടന്നു വരാൻ കഴിയത്തില്ല. പക്ഷേ ദൈവം, ഞാൻ എങ്ങനെ ഈ കിണർ കുഴിക്കും, ഞാൻ എങ്ങനെ ഈ കിണർ കുത്തും? പക്ഷെ ഞാൻ ഹല്ലേലൂയ നിരന്തരമായി കർത്താവിനോട് പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, കർത്താവെ, നിന്റെ ശബ്ദം എന്നെ ഒന്ന് കേൾപ്പിക്കണം. ഇന്ന് പകൽക്കാലം ഞാൻ ഈ ദൂത് പറയുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നാം വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് ദൈവവുമായിട്ട് വ്യക്തിപരമായി സംസാരിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം അത് ശോധന ചെയ്ത് ഹല്ലേലൂയ ദൈവത്തോട് പറയണം. ആമേൻ, ദൈവത്തിന് യവനെന്നില്ല, യഹൂദനെന്നില്ല, ആമേൻ, ഏത് ജാതിയിലായിരുന്നാലും കർത്താവിന് ഹല്ലേലൂയ നമ്മൾ പ്രിയപ്പെട്ടവരാണ്. നമ്മുടെ മനോഭാവമാണ് കർത്താവുമായിട്ടുള്ള ബന്ധം. ദൈവത്തിന് ഹല്ലേലൂയ മുഖപക്ഷമില്ലാത്ത ഹല്ലേലൂയ ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് ഹല്ലേലൂയ യേശു ക്രിസ്തു മാത്രമാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആ തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ്, പലവരും പറയും, ഞാനും പറഞ്ഞിട്ടുണ്ട്, കർത്താവെ, പലതിനും വിഷയത്തിന് മറുപടി വരാതിരിക്കുമ്പോൾ ഞാൻ പറയും, കർത്താവെ, ഞാൻ ക്രിസ്ത്യാനി അല്ലാത്തത് കൊണ്ടാണോ എനിക്ക് ഹല്ലേലൂയ മറുപടി വരാത്തത്? ആമൻ, പലതും ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം അക്കമിട്ട് മറുപടി തന്നൊരു ദൈവമുണ്ട്. പ്രിയ ദൈവമക്കളെ, അന്ന് ആ കിണറിന് ഹല്ലേലൂയ ഒരാശാരിയെ കൊണ്ടൊന്ന് നോക്കാൻ ഹല്ലേലൂയ പറ്റത്തില്ല. കാരണം നാട്ടുകാർ ചുരുക്കും, പെന്തക്കോസ് പള്ളിയിൽ ആരാധനയ്ക്ക് പോയിട്ട്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, നീ എന്തുകൊണ്ട് ആശാരിയെ കൊണ്ടുവന്ന് നോക്കിച്ചെന്ന് തോന്നും. ആമേൻ, വീട്ടുകാർ മൊത്തം എതിര്. പക്ഷേ ഹല്ലേലൂയ, എനിക്ക് കിട്ടിയ ദൈവം തന്ന നന്മ എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ ഉറപ്പിൽ ഞാൻ ആ നന്മ പിടിച്ചിരുന്ന് ഞാൻ കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിച്ചു. കർത്താവെ, മറ്റൊരാൾക്ക് എന്റെ ഭവനത്തിനകത്ത് കടന്നു
കൊണ്ടുവരാൻ കഴിയത്തില്ല. ഒരിക്കൽ ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, എന്റെ വീട്ടിൽ ആരും ഇല്ലാതിരിക്കുമ്പോൾ 3 മണിയായപ്പോൾ, 3 മണിക്കല്ല ഹല്ലേലൂയ 10:30 ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആദ്യമായി ദൈവത്തിന്റെ ശബ്ദം എന്നോട് സംസാരിച്ച ഒരു ദൂതാണ് ഇന്ന് പകൽക്കാലം ഞാൻ പറയാൻ പോകുന്നത്. പ്രിയ ദൈവമക്കളെ, ചില കാര്യങ്ങൾക്കകത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവെ, എനിക്ക് ഇന്നത് സാധിപ്പിച്ച് തന്നേ പറ്റത്തുള്ളൂ, ഞാൻ നിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഇന്ന് പകൽക്കാലം അങ്ങനെ ചിലത് നമ്മൾ യാബോക്കിന്റെ കടവിൽ യാക്കോബ് മല്ലു പിടിച്ചതുപോലെ ഹല്ലേലൂയ അവനോട് ദൈവം പറഞ്ഞു, ഹല്ലേലൂയ നീ ദൈവത്തോടും ഹല്ലേലൂയ മനുഷ്യനോട് മല്ലു പിടിച്ചത് കൊണ്ട് ഞാൻ ഹല്ലേലൂയ നിന്റെ പേര് ഇസ്രായേൽ എന്നാക്കി തീർക്കുമെന്ന്. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള തലങ്ങളിൽ ആത്മാവിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഫാസ്റ്റിങ്ങോടെ ഇരിക്കുന്നവർ, ദൈവസന്നിധിയിൽ ഇരിക്കുന്നവർ, പ്രാർത്ഥനയ്ക്ക് അറ്റൻഡ് ചെയ്യുന്നവർ പ്രാർത്ഥിക്കണം. ആത്മാവിൽ ചിലത് എനിക്ക് നേടിയെടുക്കാൻ കഴിയണം. കഴിഞ്ഞ നാളുകൾ ഫാസ്റ്റിംഗ് നടന്നു, കഴിഞ്ഞ നാളുകൾ ഉപവാസം നടന്നു, കഴിഞ്ഞ നാളുകളിൽ ഞാൻ പ്രാർത്ഥിച്ചു, വേറിട്ടിരുന്നു, പക്ഷെ എനിക്കതിന് മറുപടി കിട്ടിയില്ല. സ്തോത്രം ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ കർത്താവിനോട് പറയണം, എനിക്ക് ആ മറുപടി എന്റെ കരത്തിൽ തന്നേ പറ്റൂ എന്ന് നിങ്ങൾ പറയുമെങ്കിൽ കർത്താവ് നിങ്ങൾക്കത് സാധിച്ചു തരുവാനിടയോ. പ്രിയ ദൈവമക്കളെ, അന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ദൈവമേ ഒരു വ്യക്തികളെ കൊണ്ടുവരാൻ പറ്റത്തില്ല. രാത്രി 10:30 ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ, വീട്ടിൽ ആരുമില്ല, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ നീ എന്നോട് സംസാരിക്കണം, എനിക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ ഇവിടെ ആരുമില്ല, എന്റെ ചർച്ചയിൽ നിന്ന് ദേവദാസന്മാർക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല. പക്ഷെ അന്ന് രാത്രിയിൽ പ്രിയ ദൈവമക്കളെ 3:30 വരെ ഞാൻ ഇങ്ങനെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒരു ശബ്ദവും ഇല്ല. എനിക്കൊരു ശബ്ദം കേൾക്കണം. പക്ഷെ ഹല്ലേലൂയ ഞാൻ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ശബ്ദം എന്നോട് സംസാരിച്ചു, നിന്റെ വടക്കേ അതിര് തൊട്ട് തെക്കോട്ട് ചുവട് വെച്ച് 16 അടിയിലേക്ക് നീ കാൽ ചുവട് വെച്ച് നടക്കുമ്പോൾ അവിടെ ആ 16ാമത്തെ ചുവട്ടിൽ നീ കുറ്റി ഉറപ്പിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ഇടപെടുവാനിടയിൽ ഭയങ്കര സന്തോഷം തോന്നി. ആരോ എന്നോട് ഹൃദയത്തിനകത്ത് സംസാരിക്കുന്നല്ലോ. പ്രിയ ദൈവമക്കളെ, വിശ്വാസത്തോടെ ഞാൻ എന്ത് ചെയ്തു, പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വടക്കേ ഹല്ലേലൂയ മുരിപ്പിന്റെ അതിര് തൊട്ട് തെക്കോട്ട് ഞാൻ അളന്ന് എന്റെ കാൽ ചുവടിൽ നടക്കുവാനിടയിൽ നാട്ടുകാരും വീട്ടുകാരും എല്ലാം പറഞ്ഞു, വട്ടാന്ന് പറഞ്ഞു, ഇതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞു, ഇതിനകത്തുനിന്ന് ഒരിക്കലും വെള്ളം കോരി കുടിക്കാനുള്ള വഴികളല്ല ഇതിൽ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷെ വിശ്വാസത്താൽ ഞാൻ ആ ചുവട് വെച്ച് നടന്നു, ഞാൻ അവിടെ കുറ്റി ഉറപ്പിച്ചു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ പിന്നെയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ആ രാത്രി തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, വരണ്ട നിലത്തെയും നിർജ്ജന പ്രദേശത്തെയും ആനന്ദമാക്കി തീർക്കുവാൻ എന്റെ കർത്താവിന് പദ്ധതിയുണ്ട്. 16 അടി ചുവടിലേക്ക് നീ കിണർ കുത്തുമ്പോൾ ആ 16ാമത്തെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആ തൊടിയിൽ വെള്ളം ഞാൻ ഹല്ലേലൂയ നിനക്ക് തരുമെന്ന് കർത്താവിനോട് പറയുവാനിടെ, വെള്ളത്തിന്റെ മയം ഹല്ലേലൂയ കർത്താവ് തരുമെന്ന് പറയാനിടെ. പ്രിയ ദൈവമക്കളെ, ഞാൻ വിശ്വാസത്തോടെ കിണർ കുത്തുന്നവർക്ക് കൊണ്ടുവന്ന് ഞാൻ ആ പൈസ കൊടുത്തു. ഹല്ലേലൂയ അവര് ഹല്ലേലൂയ ആ പൈസ മേടിച്ചിട്ട് അവർ വീട്ടിൽ വന്ന് കിണർ കുത്തുവാൻ തുടങ്ങി. ഓരോ ദിവസം ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ കിണറ്റിനകത്തേക്ക് നോക്കും, വെള്ളം കണ്ടോ, വെള്ളം വന്നോ. കർത്താവ് പറഞ്ഞ് ആ ഒരു ദൂത് എന്റെ ജീവിതത്തിനകത്ത് നടന്നു. പക്ഷെ എല്ലാവർക്കും ഫോഴ്സ്ഡാണെന്ന് തോന്നി. ഹല്ലേലൂയ കാരണം സഭയ്ക്കകത്തുനിന്ന് ഒന്നും ആർക്കും വരാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഫോഴ്സാണെന്ന് തോന്നി. പക്ഷെ ദൈവസന്നിധി ഞാൻ ഇത് ഉപവസിക്കാൻ തുടങ്ങി. കർത്താവെ ഹല്ലേലൂയ ഇതിനകത്ത് വെള്ളം കാണണം. അങ്ങനെ വിശ്വാസത്തോടെ ഓരോ ദിവസം വന്ന് ഈ പണിക്കാർ കയറി കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ വന്ന് നോക്കും. പക്ഷെ ദൈവകൃപയാൽ ഞാൻ നോക്കിയപ്പോൾ എന്റെ വിശ്വാസത്തിന്റെ വർധനവായിരുന്നു ദൈവം അവിടെ കാണിച്ചത്. ആ 16ാമത്തെ അടി വന്നപ്പോ 17ാമത്തെ അടിയിലേക്ക് നോക്കുമ്പോൾ വെള്ളത്തിന്റെ വെള്ളമയമുള്ള നല്ല മയമുള്ള മണ്ണ് കാണുവാനിടയിൽ, വെള്ളമയമുള്ള മണ്ണ്, വെള്ളമല്ല വെള്ളമയമുള്ള മണ്ണ് കാണുവാനിടയിൽ. പ്രിയ ദൈവമക്കളെ, അതുവരെ ഞാൻ കോരിയതെല്ലാം അയലത്തുള്ള വീടുകളിൽ പോയിട്ടാണ് വെള്ളം കോരിയത്. അവരൊക്കെ എല്ലാവരും ഹൈന്ദവ വിശ്വാസത്തിൽ നിൽക്കുന്നവർ ആയതുകൊണ്ട് ഞാൻ എന്റെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ വെള്ളം കോരിക്കൊണ്ടു പോകുമ്പോൾ അവര് പറയും, അവരുടെ വീടിന്റെ മുറ്റത്ത് നിലവിളക്ക് കത്തിക്കുമ്പോൾ തെക്കോട്ട് വെള്ളം എടുത്തുകൊണ്ട് പോകരുതെന്ന് പറയും. പലപ്പോഴും വെള്ളം വീട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കുമ്പോൾ അവരുടെ മുഖം ഞാൻ കറുത്ത് കാണാറുണ്ട്. പക്ഷെ പ്രിയ ദൈവമക്കളെ, അതിന്റെ എല്ലാ ഇടിവിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ ഈ കിണർ കുത്തി അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുവാൻ ഇടയായപ്പോൾ സ്തോത്രം ഹല്ലേലൂയ അവരെന്റെ കഷ്ടത കണ്ട്, ഈ സ്ട്രഗിൾ കണ്ടിട്ട് സ്തോത്രം കടന്നു വന്നവരോട് ദൈവം ഇടപെട്ടിട്ട് അവര് ഹല്ലേലൂയ വിശ്വാസികളല്ല, പക്ഷെ എനിക്കറിയാം ദൈവം അവരോട് ഇടപെട്ടു. സ്തോത്രം അവര് എന്നോടുള്ള, ഞാൻ അത്രയും കഷ്ടതയും സ്ട്രഗിളും അനുഭവിച്ചാണ് ആ കിണർ വെട്ടുന്നെന്നുള്ളത്. ആ ഒരു ഹല്ലേലൂയ ആ ഒരു വേദനയില് അവര് മുന്നോട്ട് ഒരു 24 അടിയും കൂടെ ആ ഉണക്ക് സമയത്ത് അവർ വെട്ടുവാനിടയായി. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കറിയാമോ അതിനകത്ത് വെള്ളം കണ്ടു. പക്ഷെ ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ വെള്ളമെല്ലാം കണ്ടു കഴിഞ്ഞെങ്കിലും ഉണ്ടല്ലോ, ഇതിനകത്ത് വലിയൊരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. കാരണം ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് നമ്മൾ ഓലയിട്ട് മൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹൈന്ദവ വിശ്വാസ പ്രകാരം ഒരു ഭൂതകൂട്ടം എന്ന് പറഞ്ഞൊരു സംഭവം നടത്തണം. പ്രിയ ദൈവമക്കളെ, ഈ ഭൂതകൂട്ടം നടത്താനായിട്ട് വീട്ടുകാരെല്ലാരും കൂടി, നാട്ടുകാരും കൂടി. കാരണം ഇതിനകത്തുനിന്ന് പിന്നെ വെള്ളം കോരി ആരും കുടിക്കത്തില്ല, വീട്ടുകാരും കുടിക്കത്തില്ല. അപ്പം നമ്മൾ
ഒരു വിശ്വാസത്തിന്റെ ഒരു ദൈവം എന്തായി തീരും. പക്ഷെ ഞാനൊന്നും ആമേൻ അവിശ്വസിച്ചില്ല. കർത്താവ് നീ തന്നതാണ്, നീ തന്ന നന്മ, നീ തന്ന ദൈവദാസനിൽ കൂടി നീ തന്ന നന്മ, ഇതുകൊണ്ട് ഞാൻ ഇത് വെട്ടി, ഇത് മറ്റാർക്കും അവകാശം പറയാൻ ഞാൻ വെക്കത്തില്ല. ഞാൻ 3 ദിവസം ദൈവസന്നിധി പ്രാർത്ഥിച്ചു. പക്ഷേ ഹല്ലേലൂയ, വീട്ടുകാരെല്ലാം ഒരുമിച്ച് കൂടി എന്റെ അമ്മ പോയിട്ട് 3 മൺകലം മേടിച്ചു, 3 തോർത്ത് മേടിച്ചു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നിലവിളക്കും എല്ലാം വീട്ടിൽ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു എന്റെ വീട്ടിലേക്ക് ഇതൊന്നും കൊണ്ടുവരണ്ട. പക്ഷെ ഒരു പ്രശ്നം ഒഴിവാക്കാൻ എനിക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്നുള്ള ആ ഒരു രീതി വന്നപ്പോ ഞാൻ പറഞ്ഞു എന്റെ വീട്ടിലേക്ക് കൊണ്ടുവരണ്ട, നിങ്ങൾ എന്താണെന്ന് വെച്ചോ കാണിച്ചു. കാരണം ഞാൻ ഉപവസിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമാണ് ഉത്തരവാദി, ഞാൻ ഇതെല്ലാം ചെയ്തു. ദൈവം എന്നോട് വാക്കത്വം പറഞ്ഞു, വാക്ക് പറഞ്ഞു, ഞാൻ ഇതനുസരിച്ച് ചെയ്തു. പക്ഷേ ഹല്ലേലൂയ, അവസാന നിമിഷത്തിൽ ഈ ഒരു ഹല്ലേലൂയ സാഹചര്യം വന്നപ്പോൾ ആമേൻ ഹല്ലേലൂയ, ഞാൻ പറഞ്ഞു കർത്താവേ, ഇനി ഞാൻ ഉപവസിച്ച, ഇനി എനിക്കതിനകത്തൊന്നും പറയാനില്ല. പക്ഷെ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കറിയാമോ, എല്ലാ സാധനവും മേടിച്ചു കൊണ്ടുവന്ന് കൂട്ടി വെച്ചു. പക്ഷേ ഹല്ലേലൂയ, രാവിലെ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങുമ്പോൾ എന്റെ ഫാദർ പോയിട്ട് ആമേൻ ഈ കിണർ വെട്ടുന്നവരെ വിളിച്ചോണ്ട് വന്നു. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, അവരെ വിളിച്ചോണ്ട് വന്നപ്പോ ഇവര് തമ്മിൽ വാക്ക് തർക്കമുണ്ടായി. അന്നത്തെ ദിവസം ഈ ഭൂതകൂട്ടം എന്നുള്ള പരിപാടി അവിടെ നടന്നില്ല. അവരന്ന് പോയി 2 ദിവസം കൊണ്ട് ഈ കിണറിനകത്തുനിന്ന് വെള്ളം കോരി എടുക്കാൻ പറ്റാത്തതുപോലെ വെള്ളം ഒരുപാടുണ്ട്, പക്ഷെ ഇതിങ്ങനെ ഓല കൊണ്ട് മൂടിയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തു, കർത്താവേ, ഒരു പ്രശ്നം ഒഴിവാക്കാൻ എനിക്ക് ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ, നാട്ടുകാരുടെ മുൻപിൽ വില പോകുന്ന കാര്യമാണ്, ഞാൻ ഇത് അംഗീകരിച്ചേ പറ്റത്തുള്ളല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ അത് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ 3-ാമത്തെ ദിവസവും എന്റെ ഫാദർ രാവിലെ പോയിട്ട് പറഞ്ഞു, 2-3 ദിവസമായി ഈ കിണർ വെട്ടിയിട്ടിട്ട് ഇവര് വന്ന് വഴക്കുണ്ടായിട്ട് പോതാ, ഞാൻ അവരെ വീണ്ടും പോയി വിളിക്കാമെന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോ അവര് തമ്മിൽ അടി ഉണ്ടായിട്ട് അവര് പറഞ്ഞു ഞങ്ങൾ ഇതിനകത്ത് വരത്തില്ലെന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, 4-ാമത്തെ ദിവസം എന്റെ അപ്പനും അമ്മയും വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്തായാലും ദൈവം നിനക്ക് തന്നതാ, നീ വിശ്വാസത്തിൽ പോയപ്പോ ദൈവം നിനക്ക് തന്ന നന്മയാ, അത് ഇതിനകത്ത് ആർക്കും അവകാശം പറയണ്ട. ഒരു കാര്യം ചെയ്യ, നീ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ തൊട്ടിയിട്ടതിനകത്ത് വെള്ളം കോരാൻ പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, അന്ന് എനിക്കൊരു വലിയ സന്തോഷമായി. എന്റെ അമ്മ കൊണ്ടുവന്ന് എന്റെ വീടിന്റെ സൈഡിൽ കൊണ്ടുവച്ചിരുന്ന ആ മംഗലം എടുത്തിട്ട് എന്റെ അമ്മ പറഞ്ഞു, ഒന്ന് എന്റെ ചേച്ചിക്ക് ഇഞ്ചിക്കറി വെക്കാൻ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കലം എനിക്ക് ഇഞ്ചിക്കറി വെക്കാനോ മാങ്ങ വെക്കാനോ മോര് വെക്കാനോ നീ എടുത്തോ. ഒരു കലം എന്റെ അമ്മ കൊണ്ടുവന്ന് ഒരു 3 തോർത്തുണ്ടായിരുന്നു. ആ 3 തോർത്തും വീതം വെച്ച് തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് കുളിക്കുമ്പോൾ എടുക്കാന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിഷയത്തിനകത്ത് ഭാരപ്പെട്ട് സ്ട്രഗിൾ അനുഭവിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ പ്രാർത്ഥിച്ചു, നിങ്ങൾ ഉപവസിച്ചിട്ടും ചില മറുപടികൾ കാണാൻ ചില സാഹചര്യങ്ങൾ നിങ്ങളെ അനുവദിക്കുന്നില്ലെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ തന്നെ ഹല്ലേലൂയ, നിന്നോട് ദൈവം ആ വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് ആ ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പാലിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, കാത്തിരിക്കുന്നവര് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യമുണ്ട്. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം അവന്റെ കൃപയ്ക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ആമേൻ ഹല്ലേലൂയ. നമുക്കറിയാം ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ ദൈവശക്തി പ്രാപിക്കണമെങ്കിൽ ഹല്ലേലൂയ കർത്താവിനോട് നമ്മൾ ആദ്യം പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ എനിക്ക് തരണം. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ, അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമുക്ക് ചിലത് ചാടിക്കടക്കാൻ കഴിയത്തുള്ളൂ. കേവലം ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, രാധിക എന്ന് പറഞ്ഞ് ഹല്ലേലൂയ എന്നെ ആരും അറിയാതെ കിടന്നൊരു വ്യക്തിയാണ്. ഇന്ന് പലയിടങ്ങളിലും രാധിക സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് എന്നെ റെസ്പോണ്ട് ചെയ്ത് അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്ത് വിളിക്കുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, അത് എന്റെ മേൽ കിടക്കുന്ന അഭിഷേകം ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരാൾക്കും എന്നെ ഹല്ലേലൂയ സിസ്റ്റർ എന്ന് പറഞ്ഞ് വിളിക്കാൻ കഴിയത്തില്ല. നമുക്ക് വില തരുന്നത്, നമ്മൾ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചെങ്കിൽ നമുക്ക് വില തരുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് യാതൊരു വിലയും ഹല്ലേലൂയ ഈ ആത്മീയ ഗോളത്തിനകത്ത് ഉണ്ടാകത്തില്ല. നമുക്കറിയാം, ശക്തി പ്രാപിക്കുവാൻ വേണ്ടി ഹല്ലേലൂയ അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിനകത്ത് ഹല്ലേലൂയ നമ്മൾ കാണുന്നു, ശിഷ്യന്മാര് സ്തോത്രം ഹല്ലേലൂയ കൂടിയിരുന്നിടത്ത് ഹല്ലേലൂയ അപ്പോസ്തല പ്രവർത്തികൾ ഹല്ലേലൂയ 1-ാം അധ്യായത്തിനകത്ത് പറയുന്നു, യേശു കർത്താവ് ആരോഹണം ചെയ്ത് കടന്നു പോയിട്ട് ഹല്ലേലൂയ 40 ദിവസം കഴിഞ്ഞ് ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാരുടെ അടുത്തേക്ക് വരുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, സ്തോത്രം, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്റെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധി ദൈവം തന്നിരിക്കുന്ന ഏത് ശബ്ദത്തിന്റെ മുൻപിലാണോ അതിനുവേണ്ടി ഹല്ലേലൂയ നാം കാത്തിരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുവാനിടയാകും. ഇവിടെ ഹല്ലേലൂയ കർത്താവ് പോകുമ്പോൾ ശിഷ്യന്മാരോട് പറയുകയാണ്, എന്റെ പിതാവിനോട് കേട്ട നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ ഹല്ലേലൂയ നിങ്ങളോട് പറഞ്ഞ ദേശം ഏതാണോ, നിങ്ങൾ ഏത് ദേശത്ത് നിൽക്കുമ്പോഴാണോ ദൈവം നിങ്ങളോട് ആലോചനകൾ പറഞ്ഞിട്ടുള്ളത്, ആ ദേശത്ത് തന്നെ നിന്ന് ഹല്ലേലൂയ അതിന്റെ മറുപടി പ്രാപിക്കുവാൻ, അവിടെ നിന്ന് ഹല്ലേലൂയ മറ്റിടത്തേക്ക് പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് തന്നെ ഹല്ലേലൂയ പിതാവിനോട് കേട്ട ഒരു
ഒരു വാഗ്ദത്തമുണ്ട്. അത് നിങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ഹല്ലേലൂയ ഇടയാവണം. ഇവിടെ യേശു കർത്താവ് പറയുകയാണ് ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. യോഹന്നാൻ എന്താണ് വാഗ്ദത്തം? ആമേൻ സ്തോത്രം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നാം പ്രാപിക്കേണ്ടത് പരിശുദ്ധാത്മാവ് എന്ന ശക്തിയെ ആമേൻ ലഭിക്കുവാനുള്ള ഒരു വാഗ്ദത്തത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. ആമേൻ ഹല്ലേലൂയ. ഇതിനകത്ത് പറയുന്നു യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവിനാൽ എന്ത് ചെയ്യും? സ്നാനം ലഭിക്കും. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ നാം പറയണം ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അഭിഷേകം എന്നൊരു വാക്ക്, ആമേൻ ശക്തി എന്നൊരു വാക്ക് നിസ്സാരമല്ല. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കണം. ആമേൻ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മാത്രമേ കഴുകനെ പോലെ നാം ഹല്ലേലൂയ ചിറകടിച്ചുയരുവാൻ കഴിയത്തുള്ളൂ. ആമേൻ ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാര് പറയുകയാണ് ആമേൻ ഇസ്രായേലിന് ഈ കാലത്തെ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നു എന്നാ ചോദിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് അവരോട് പറയുകയാണ്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ മറ്റുള്ളതൊന്നും ചിന്തിക്കേണ്ട, നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ആമേൻ എന്നാൽ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആമേൻ സ്തോത്രം യഹൂദയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകും. ആമേൻ പ്രിയ ദൈവജനമേ ഹല്ലേലൂയ. പലയിടങ്ങളിൽ നമുക്ക് സാക്ഷ്യം പറയുവാൻ ഒരു സാക്ഷ്യമില്ലാതെ നാം ഇരിക്കുന്നുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഹല്ലേലൂയ നമ്മുടെ മേൽ ആമേൻ ഹല്ലേലൂയ കൂടുതലായി ഹല്ലേലൂയ വ്യാപരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ പലയിടങ്ങളിലും ദൈവത്തിന്റെ സാക്ഷ്യമുള്ളവരാക്കി ഹല്ലേലൂയ യഹൂദയിലും യെരൂശലേമിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം ആമേൻ ഹല്ലേലൂയ നമ്മളെ പ്രസന്റ് ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേൽ ഉണ്ടായേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പെന്തക്കോസ്ത് നാൾ കൂടി വന്നപ്പോൾ ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാരും എല്ലാവരും കൂടി ഇരുന്നിടത്ത് അഗ്നിനാവായി ഇറങ്ങി വന്നൊരു ദൈവശക്തിയുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആമേൻ നാം കൂടിയിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭത്തിൽ തന്നെ നാം കൂടിയിരിക്കുമ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ആഴമായ ശക്തി ആമേൻ ഹല്ലേലൂയ അത് പ്രാപിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. കർത്താവേ ഹല്ലേലൂയ ഈ പ്രാരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ ഹല്ലേലൂയ അസാധാരണമായ ശക്തി എന്റെ മേൽ വെളിപ്പെടണമേ, അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ആമേൻ ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ആമേൻ നമുക്കറിയാം നിരവധി പേർക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ ആമേൻ തിരുവചനത്തിനകത്ത് പറയുന്നു ഹല്ലേലൂയ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ആമേൻ ഹല്ലേലൂയ ഭൂമിയിലുള്ള ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മനുഷ്യന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ദുസ്സഹകരമായ പ്രവൃത്തി കണ്ടപ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ യഹോവയായ ദൈവം അവരോട് പറഞ്ഞു, നീ ഒരു ഗോഫർ മരം എടുത്ത് ഒരു പെട്ടകം ഉണ്ടാക്കുക. ആമേൻ ഹല്ലേലൂയ. അവിടെ ഹല്ലേലൂയ നോഹയ്ക്കാണ് കൃപ ലഭിച്ചത്. ആമേൻ ദൈവത്തിന്റെ സെലക്ഷൻ നമ്മുടെ മേൽ ഓരോ ദൈവമക്കളുടെ മേലുണ്ട്. ആമേൻ നമ്മളെ ഓരോ ദൈവമക്കളെയും ഹല്ലേലൂയ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. മറ്റുള്ളിടത്തിൽ നിന്നും ആമേൻ വ്യത്യസ്തകരമായി ദേശത്തിന്റെ നടുവിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുടുംബക്കാരുടെ നടുവിൽ നിന്ന് നമ്മളെ വേർതിരിച്ച് കർത്താവ് ഹല്ലേലൂയ ഈ ആത്മീയ ഗോളത്തിനകത്ത് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നെങ്കിൽ ആമേൻ ദൈവത്തിന്റെ കൃപ നമുക്കുള്ളത് കൊണ്ടാണ്. ആമേൻ ആ കൃപയ്ക്കായിട്ട് ആ കൃപയുടെ ശക്തി വീണ്ടും ഒന്ന് ഹല്ലേലൂയ റീസ്റ്റോർ ചെയ്തെടുക്കുവാൻ അല്ലെങ്കിൽ ഒന്ന് ഹല്ലേലൂയ പുതുക്കി എടുക്കുവാൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമുക്ക് ഇടയാകട്ടെ. ആമേൻ ഹല്ലേലൂയ. മോശ ഹല്ലേലൂയ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നിന്റെ കൃപ എന്റെ മേൽ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഈ ജനത്തെ നയിക്കുവാൻ എനിക്ക് എന്ത് വേണം? ആമേൻ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ വേണം. ആമേൻ ഹല്ലേലൂയ അത് എന്റെ മേൽ ഉണ്ടെന്ന് ആ കൃപ എന്റെ മേൽ ഉണ്ടെന്ന് നീ എന്നെ ഒന്ന് അറിയിക്കണമേ. രണ്ട് കാര്യങ്ങൾ ഹല്ലേലൂയ ആമേൻ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം ആമേൻ ഹല്ലേലൂയ പുറപ്പാട് പുസ്തകം ഹല്ലേലൂയ 33-ാം അധ്യായത്തിനകത്ത് ആമേൻ 13-ാമത്തെ വാക്യത്തിനകത്ത് മോശ രണ്ട് കാര്യങ്ങൾ ദൈവത്തോട് പറയുന്നു. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണമേ. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ നിങ്ങൾ കർത്താവിനോട് പറയണം, കർത്താവേ മോശ പറഞ്ഞതുപോലെ ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ ഒന്ന് അറിയിക്കണമേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് പറയാൻ കഴിയുമോ? കർത്താവേ നിന്റെ കൃപ എന്റെ മേലുണ്ടെങ്കിൽ അത് എന്നിൽ നിന്ന് ഒന്ന് തെളിയിക്കണമേ കർത്താവേ. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഒന്ന് തെളിയിക്കണം കർത്താവെ. പലയിടങ്ങളിലും പല മേഖലകൾക്കകത്തും ഞാൻ ഞെരുക്കപ്പെട്ടിരിക്കുന്നു, അല്ല എന്റെ വിഷയങ്ങളുടെ മറുപടി വെളിപ്പെടാതെ ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ആമേൻ കർത്താവെ നിന്റെ കൃപ എന്റെ മേലുണ്ടെങ്കിൽ ആമേൻ ഹല്ലേലൂയ അതെനിക്ക് ഹല്ലേലൂയ ഒന്ന് ഹല്ലേലൂയ തെളിയിച്ചു തരണമേ എന്ന് കർത്താവിനോട് ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിച്ചേട്ടെ. രണ്ടാമത് പറയുന്നത്, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ ഒന്ന് അറിയുമാറാകട്ടെ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാവർത്തികമാക്കണം. ഒന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ അതിന്റെ വഴി ഒന്ന് അറിയിക്കുവാൻ ആമേൻ ദൈവത്തോട്
ദൈവത്തോട് ചോദിക്കണം. രണ്ട്, ഹാലലി ദൈവത്തിന്റെ കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ദൈവത്തെ ഒന്നുകൂടി ഒന്ന് അടുത്തറിയുവാൻ. ആമേൻ ഹാലലിയ. പക്ഷേ ഹാലലിയ ആമേൻ ജനത്തിന്റെ ദുഷ്ടത കണ്ടപ്പോൾ, ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടുപോയ മോശ ആമേൻ ജനത്തിന്റെ ഹാലലി ദുഷ്ടത കണ്ടപ്പോൾ ആമേൻ ഹാലലിയ മോശ ചെയ്തത് ഹാലലിയ ഹാലലിയ ഒരു പ്രവൃത്തിയുണ്ട്. ആമേൻ ഹാലലിയ ജനത്തിന്റെ ഹാലലിയ മാറി നിന്ന് ആമേൻ സ്തോത്രം ഹാലലിയ ആമേൻ പാളയത്തിൽ നിറങ്ങി അവൻ ഒരു സമാഗമന കൂടാരം അടിച്ചു. ആമേൻ മേഘസ്തംഭം പോലെ ഹോവയായ ദൈവം ഇറങ്ങി വന്ന് ഒരു സ്നേഹിതനെ പോലെ മോശ സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ ദൈവജനമേ ഹാലലിയ ആമേൻ നമ്മൾ നിൽക്കുന്ന പല മേഖലകളിലും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. പ്രാർത്ഥിക്കുവാനുള്ള അവസരങ്ങൾ എല്ലാ ഭവനത്തിലും ഉണ്ടാവണമെന്നില്ല. എന്നാൽ സ്തോത്രം ഹാലലിയ മോശ ചെയ്തതുപോലെ ആമേൻ സ്തോത്രം ഹാലലിയ അവൻ ഹാലലിയ ഒരു സമാഗമന കൂടാരം നീക്കി അവൻ അടിക്കുവാനിടയായി. ഒരു സ്നേഹിതനെ പോലെ ഹാലലിയ ദൈവവുമായിട്ടൊരു സംസാരം ഹാലലിയ അവന്റെ ജീവിതത്തിനകത്ത് അവൻ നടത്തുവാൻ തുടങ്ങിയപ്പോൾ ഹാലലിയ ആമേൻ ദൈവം അവനോട് പറഞ്ഞു, ഹാലലിയ ആമേൻ എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തും അറിഞ്ഞിരിക്കുന്നു. ഈ ശബ്ദം ഇന്ന് പകൽക്കാലം ഹാലലിയ ആമേൻ നമ്മൾ കേൾക്കുവാൻ പ്രാപ്തിയുള്ളവരായി തീരണം. ആമേൻ പ്രിയ ദൈവമക്കളെ, ഡിവൈസിലിരിക്കുന്ന ഓരോ ദൈവമക്കളോടും എല്ലാവരെയും എനിക്ക് ഹാലലിയ കാണുവാൻ കഴിയുന്നില്ല. എങ്കിലും ഹാലലിയ ഇത് പൊതുവെ ഞാൻ പറയുന്ന ഹാലലിയ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു ദൂതാണ്. ആമേൻ ഹാലലിയ ദൈവത്തിന് നിങ്ങളോട് കൃപയുണ്ട്. ആമേൻ ഹാലലിയ കൃപയുള്ളത് കൊണ്ട് പ്രിയ ദൈവമക്കളെ കൊറോണ വന്നപ്പോഴും ഹാലലിയ അനേക പ്രതിസന്ധികൾ നമ്മുടെ ചുറ്റും അടിക്കുമ്പോഴും അനേക തലമുറകൾ നഷ്ടപ്പെട്ടു പോകുമ്പോഴും ഹാലലിയ പല ഭവനങ്ങൾക്കകത്തും അപ്പൻ മക്കളെ കൊല്ലുന്നു, മക്കൾ അപ്പനെ കൊല്ലുന്നു. എന്തുകൊണ്ട് ഹാലലിയ നമ്മുടെ ഭവനത്തിനകത്ത് അത് നടക്കുന്നില്ല? ആമേൻ ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേലുള്ളത് കൊണ്ടാണ്, എന്റെ മേലുള്ളത് കൊണ്ടാണ്. ഹാലലിയ ഈ ഒരു അനർത്ഥം ഒന്നും ഹാലലിയ നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കാതെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ദൈവം മോശയോട് പറയുകയാണ്, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കും, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഉടനെ തന്നെ മോശ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവമേ നിന്റെ തേജസ്സന്നെ ഒന്ന് കാണിക്കണമേ. ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നമ്മൾ ആയിരിക്കുമ്പോൾ ആമേൻ കർത്താവിനോട് പറയണം, കർത്താവേ നിന്റെ തേജസ് എനിക്കൊന്ന് കാണണം. ഹല്ലേലൂയ നിന്റെ തേജസ് എനിക്കൊന്ന് കാണണം. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ ഒത്തിരി ഉപവസിച്ചിട്ടുണ്ട്, പക്ഷെ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ തേജസ് ഒന്ന് ഇറങ്ങി വരുന്നത് എനിക്കൊന്ന് കാണണം. എന്റെ കുടുംബത്തിനകത്ത് ദൈവ തേജസ് ഇറങ്ങുന്നത് എനിക്കൊന്ന് കാണണം. മോശ ആഗ്രഹിച്ചു. ഹല്ലേലൂയ മോശ ദൈവത്തോട് ഉടനെ തന്നെ ആമേൻ മോശ ദൈവത്തോട് പറയുന്നു, ദൈവമേ നിന്റെ തേജസ് എന്നെ ഒന്ന് കാണിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ അവിടെ മോശ ഹല്ലേലൂയ മോശയോട് ദൈവം ഹല്ലേലൂയ 33-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ എന്റെ മഹിമയൊക്കെ നിന്റെ മുൻപാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുൻപാകെ ആമേൻ സ്തോത്രം ഘോഷിക്കുവാനിടയാകും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കരുണ കാണിക്കും എന്ന് അരുളി ചെയ്തു. ആമേൻ മോശയോട് പറഞ്ഞു, മോശേ നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയത്തില്ല. ആമേൻ ഹല്ലേലൂയ ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കത്തില്ല. ആമേൻ ഹല്ലേലൂയ എന്നാൽ ഹല്ലേലൂയ ആമേൻ ആ പാറയുടെ മേൽ നിൽക്കണം. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുമ്പോഴും എന്റെ കൈ കൊണ്ട് നിന്നെ മറയ്ക്കും, പിന്നെ എന്റെ കൈ നീക്കും, നിന്റെ ആമേൻ നീ എന്റെ പിൻഭാഗം കാണും, എന്റെ മുഖമോ കാണാവതല്ല എന്ന് യഹോവ അരുളി ചെയ്തു. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഞാൻ എന്റെ മെസ്സേജ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ഹല്ലേലൂയ പറയുവാനുള്ള ഒരു ദൈവത്തിന്റെ ആലോചന. ആമേൻ സ്തോത്രം യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ആമേൻ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞു, ഞാനിപ്പോൾ പോകുന്നു, എന്നാൽ ഹല്ലേലൂയ നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും എന്റെ പിതാവ് നിങ്ങൾക്ക് നൽകി തരും. ആമേൻ ഹല്ലേലൂയ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് പറയുകയാണ്, സ്വർഗാരോഹണം ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഹല്ലേലൂയ ദൈവം യേശു കർത്താവ് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ഇന്ന് പകൽക്കാലം നാം ഈ ഹല്ലേലൂയ ആമേൻ കാത്തിരിക്കണം. ഹല്ലേലൂയ കർത്താവിന്റെ വരവിനായി നാം കാത്തിരിക്കണം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കാഹളം ധ്വനിക്കും. ആമേൻ കർത്താവിന്റെ ഹല്ലേലൂയ വരവിൽ ആമേൻ ഹല്ലേലൂയ ആത്മശക്തി പ്രാപിച്ച് നമ്മളും എടുക്കപ്പെടണം. ഹല്ലേലൂയ ഹല്ലേലൂയ ദുഷ്ടത നിറഞ്ഞ ലോകത്ത് ആമേൻ പ്രിയ ദൈവമക്കളെ ഹല്ലേലൂയ ഒന്നെനിക്ക് പറയാനുള്ളൂ, എത്രത്തോളം പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേലുണ്ടോ ആമേൻ അത്രത്തോളം നീതിയോടെ നടക്കുവാൻ ആമേൻ ഹല്ലേലൂയ ദൈവം നമ്മളെ ഇടയാകും. അനീതി നിറഞ്ഞ ലോകത്ത്, ദുഷ്ടത നിറഞ്ഞ ലോകത്ത് അഭിഷേകത്തിന്റെ ശക്തി ഇല്ലെങ്കിൽ ആമേൻ ഹല്ലേലൂയ പിശാചിന് പന്താടുന്ന ആമേൻ ഹല്ലേലൂയ ഒരു വേസ്റ്റ് ആക്കി, അല്ലെങ്കിൽ ഹല്ലേലൂയ അവനെ ഉപയോഗിക്കുന്ന ഒരു കളിപ്പന്താക്കി നമ്മൾ തീരുവാനിടയാകും. ആമേൻ ഹല്ലേലൂയ കാഹളം ധ്വനിക്കും, കർത്താവ് വരും. ആമേൻ ഹല്ലേലൂയ നാം അവനോട് കൂടെ ചേർക്കപ്പെടും. ആമേൻ സ്വർഗരാജ്യത്ത് നിത്യതയുടെ ഭവനത്തിൽ ആമേൻ ഹല്ലേലൂയ ആത്മശക്തി പ്രാപിച്ച ദൈവജനം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇന്ന് പകൽക്കാലം എനിക്ക്
അവസരം തന്ന കർത്താവിന്റെ ദാസനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മാർത്ഥതയോടെ കർത്താവിന്റെ സന്നിധിയിൽ കഴിഞ്ഞ ദിവസം രാത്രി മുതൽ പ്രാർത്ഥിച്ചു. കർത്താവ് ഹല്ലേലൂയ തന്നിരിക്കുന്ന ദൈവിക ദൂത് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇവിടെ ഈ ദൈവജനത്തോട് പറയുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥന ഒരു വലിയ അനുഗ്രഹമാകട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് കർത്താവേ ഹല്ലേലൂയ ഈ സമയം വരെ ഇരിപ്പാൻ സ്വർഗം ഞങ്ങളെ ഇടയാക്കി. പ്രാരംഭത്തിന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ ആരംഭം മുതൽ ആമേൻ കർത്താവേ ഹല്ലേലൂയ വചനം പറയുന്നു, ദാഹിക്കുന്നവരേവനും എന്റെ അടുക്കൽ വരുവേൻ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. ഇന്ന് പകൽക്കാലം ജീവജലത്തിന്റെ നദിയിലേക്ക് കർത്താവെ ഈ ജനത്തെ ഒന്ന് കയറ്റുവാൻ, കർത്താവെ ഒന്ന് കരം പിടിക്കുവാൻ, കുടഞ്ഞിരിക്കുന്നവനെ ഹല്ലേലൂയ ഒന്ന് ഉയർത്തുവാൻ, ആമേൻ തളർന്നിരിക്കുന്നവന്റെ മുഴങ്കാലുകളെ ഹല്ലേലൂയ ഒന്ന് മടക്കുവാൻ, ആമേൻ ദൈവവുമായി താഴമായ ഒരു ബന്ധത്തിലേക്ക് കർത്താവെ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ഒരു പറ്റം ജനം കർത്താവിന്റെ സന്നിധി ഹല്ലേലൂയ ആത്മാവിന്റെ ശക്തിയോടെ എഴുന്നേൽക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി കർത്താവെ ഈ സഭയ്ക്കകത്തിരിക്കുന്ന ഓരോ ദൈവ മക്കളുടെ മേലും വ്യാപരിക്കട്ടെ കർത്താവെ. ദൈവം പറഞ്ഞ ദൂത് പോലെ ഇസ്രായേൽ ജനത്തെ നയിക്കുവാൻ ആമേൻ മോശ ദൈവത്തോട് ചോദിച്ച ദൈവ കൃപയ്ക്ക് ആമേൻ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ അവന്റെ തേജസ് വെളിപ്പെടുത്തി കാണിച്ചതുപോലെ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ ജനത്തെ നയിക്കപ്പെടുവാൻ ആമേൻ ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ ദൈവത്തിന്റെ വഴികൾ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തോട് ചേർന്നിരുന്ന സമാഗമന കൂടാരത്തിനകത്ത് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വേർതിരിച്ച് ആമേൻ സ്തോത്രം ഹല്ലേലൂയ മേഘസ്തംഭത്തിൽ ഇറങ്ങി വരുന്ന യഹോവയോട് സംസാരിച്ചതുപോലെ ആമേൻ തന്റെ ദാസനുമേൽ ഹല്ലേലൂയ ചില ആത്മീയ ദർശനങ്ങളുടെ നിയോഗങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഈ സഭയെ കർത്താവെ തന്റെ ദാസനെ തന്റെ ദാസിയെ കർത്താവെ ഹല്ലേലൂയ അവർക്ക് കൊടുത്തിരിക്കുന്ന ദർശന പ്രകാരം ആമേൻ ഹല്ലേലൂയ സ്വർഗം നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും പറഞ്ഞ വാഗ്ദത്തങ്ങളിലേക്ക് ആമേൻ ഹല്ലേലൂയ ഇസ്രായേൽ ജനം 40 വർഷം ഹല്ലേലൂയ അവരുടെ വാഗ്ദത്തങ്ങളിലേക്ക് ആമേൻ കടന്നു പോകുവാൻ കഴിയാത്ത വിധം അവർ കർത്താവെ പലപ്പോഴും ഹല്ലേലൂയ ജനം ദുശാഠ്യമുള്ള ജനമായി തീരുവാൻ ഹല്ലേലൂയ ഇടയായി. ഇന്ന് പകൽക്കാലം അങ്ങനെയുള്ള ഒരു തലത്തിലേക്കല്ല കർത്താവെ. ഇന്ന് പകൽക്കാലം ആത്മകൃപ പ്രാപിച്ച ദൈവജനം ഇതിനകത്തുനിന്ന് യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ശുശ്രൂഷകരുടെ മേൽ ഹല്ലേലൂയ ആത്മീയ അധികാരത്തിന്റെ ശുശ്രൂഷയുടെ അഭിഷേകം ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരുവാൻ കർത്താവെ പുതിയൊരു തലത്തിലേക്ക് ഇതിനകത്ത് കർത്താവെ കണക്ട് ചെയ്യപ്പെട്ട ദൈവദാസന്മാരുടെ മേൽ ഹല്ലേലൂയ പുതിയൊരു അനോയിന്റിംഗ് യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ കർത്താവെ. ഹല്ലേലൂയ വചനം പറയുന്നു ആ ഹല്ലേലൂയ മാൻപേടകൾക്ക് തുല്യമായി വൻതിരികൾ ഓടിക്കുമാറാക്കുന്ന ഒരു ദൈവശക്തി ആമേൻ ഹല്ലേലൂയ ശുശ്രൂഷകരുടെ ശുശ്രൂഷയുടെ മേൽ ആമേൻ കർത്താവെ വെളിപ്പെടട്ടെ. പട്ടണങ്ങൾ, രാജ്യങ്ങൾ, ആമേൻ പല ഹല്ലേലൂയ ദേശങ്ങൾ, ഗ്രാമങ്ങൾ, വില്ലേജുകൾ കർത്താവിന്റെ നാമത്തിനു വേണ്ടി പ്രയോജനപ്പെടത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ശക്തി യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്റെ മേൽ ദൈവ ശുശ്രൂഷകരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ ശുശ്രൂഷ ആമേൻ പ്രവാചക ഹല്ലേലൂയ ദൈവ ദാസിമാരുടെ മേൽ വെളിപ്പെടട്ടെ കർത്താവെ. അങ്ങയുടെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. സ്വർഗം സഹായിക്കണം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നു മുതൽ കർത്താവെ 40 ദിവസം കർത്താവെ ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ ജനത്തോട് കൂടെ ഇരിക്കണമേ കർത്താവെ. ദൈവത്തിന്റെ തേജസ് ഇവർ കാണുവാൻ സ്വർഗം ഇവരെ ഇടയാക്കണം. അനുഗ്രഹിക്കണം. ഞങ്ങളെ ഒരുമിച്ച് മാനിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.